ഈ ഒരു അവസ്ഥയാണ് പാർട്ടി റെഡ് അലർട്ട് നിൽക്കുന്നത്. എന്ന് സതീശൻ പറഞ്ഞതിന്റെ ഗുട്ടൻസ് എന്താണ്? അതെ, ചുവന്ന മുന്നറിയിപ്പ് എന്ന് മലയാളത്തിൽ തന്നെ പറയണത് ചുവന്ന മുന്നറിയിപ്പാണ്. ഈ ചുവന്ന അത് മുന്നറിയിപ്പ് അപകടമാണെന്നാണ് പുള്ളി പറയുന്നത്. അതെ അതെ, ഏതായാലും അതിന് ചുവന്ന അതിന് അതിന് ചില മുന്നറിയിപ്പല്ലേ. മറ്റു ഭാഷയുണ്ട്. ഈ ചുവപ്പ് തന്നെ തുടരുമെന്ന് സതീശന്റെ ഉള്ളിലുള്ള കാര്യം പുറത്തെത്തിയതാണോ എന്തോ? അല്ല, നമ്മളെ നമ്മളോട് നമുക്ക് പറഞ്ഞു തരികയും കൂടെയാണ് ഈ സംഗതി അലർട്ടായിരിക്കുകയാണ്, അത് റെഡ് തന്നെയാണ് എന്ന് കേരളീയരെ ബോധ്യപ്പെടുത്തുകയും കൂടിയാണ് കാര്യം. അത് പച്ചയ്ക്ക് പറയുകയല്ലേ, ഒളിവും മറവും ഇല്ലാതെ തന്നെയാണ് പറയുന്നത്. സംഗതി അലർട്ടാണ്, പക്ഷെ നിറം റെഡാണ്. അത് ഇതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് വേറെ അടുത്തൊരു ഭീഷണിയും കൂടെ ഈ വാർത്താ മാധ്യമങ്ങൾ തന്നെ, ചാനലുകൾ തന്നെ പറയുകയാണ്. പിന്നെ ഇനിയും തനിക്കിഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഈ നേതൃ പദവികളിൽ മാറ്റമുണ്ടാക്കിയാൽ പരസ്യമായി തന്നെ കലഹിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് ഭീഷണി മുഴക്കിയതായും ചില പിന്നെ ദൃശ്യമാധ്യമങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒരു വേളയിൽ അദ്ദേഹം അങ്ങ് പൊട്ടിപ്പറഞ്ഞു. കാരണം ഈ അടികൊണ്ടവരും കേസുള്ളവരുമായ അനേകം പേരുണ്ട്, അവർക്കൊക്കെ അർഹതപ്പെട്ടത് കൊടുക്കാത്തതിലുള്ള പരിഭവം അദ്ദേഹം പരസ്യമായി പങ്കുവച്ചു. ഇതിപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇപ്പം ഷാരിബിനോ അജിംഷാദിനോ എനിക്കോ റജിക്കോ കൊടുക്കാൻ പറ്റുമോ ഇവർക്ക്? ഈ കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അവരുടെ പ്രസ്ഥാനം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ പൊട്ടിത്തെറി ഇനി കലാപമായിട്ട് വളരുകയല്ലേ ഉള്ളൂ. ഇപ്പൊ പൊട്ടിത്തെറിയായുള്ളൂ, അതിന് തെരുവിൽ കലാപമായിട്ട് വരികയല്ലേ ഉള്ളൂ. അതല്ലേ അനുഭവങ്ങൾ, കോൺഗ്രസിലെ ഇടവഴിയുള്ള അനുഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നതും അത് തന്നെയല്ലേ. അത് തന്നെയാണ് കേരളം കാണാൻ പോകുന്നു എന്നുള്ളതിന് അടിവരയിടുകയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല അജിംഷാദെ. തീർച്ചയായും.